Welcome back to SVJ Academy. Today is our 10th class of Journal. ജേണലിനെ സംബന്ധിച്ചിട്ടുള്ള 10ാമത്തെ ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പോസ്റ്റിംഗ്, വാട്ട് ഈസ് ലെഡ്ജർ, വാട്ട് ഈസ് ആൻ അക്കൗണ്ട്, ഇതെല്ലാം നമ്മൾ കണ്ടുകഴിഞ്ഞു. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി വാട്ട് ഈസ് ബാലൻസിങ് ഓഫ് ആൻ അക്കൗണ്ട്. ഒരു അക്കൗണ്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. ജേണലിൽ നിന്ന് അക്കൗണ്ടിലേക്ക് ഡെബിറ്റും ക്രെഡിറ്റും എഴുതുന്ന രീതി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. ഇങ്ങനെ എല്ലാ ലെഡ്ജറിലും എൻട്രീസ് ഫില്ലായി. അതിനുശേഷം ഓരോ ലെഡ്ജറിൻ്റെയും ബാലൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ചില ലെഡ്ജറിൽ ഡെബിറ്റ് എമൗണ്ടും ഉണ്ടാവും, ക്രെഡിറ്റ് എമൗണ്ടും ഉണ്ടാവും. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ കിട്ടിയതെല്ലാം ഡെബിറ്റ് സൈഡ് ഉണ്ടാവും, കൊടുത്തതെല്ലാം ക്രെഡിറ്റ് സൈഡ് ഉണ്ടാവും. രണ്ട് സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്യാം. നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ റെസീപ്റ്റിൽ നിന്ന് ടോട്ടൽ പേയ്മെൻറ്റ് കൊടുക്കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കണം. അതായത് ടോട്ടൽ റെസീപ്റ്റിൽ നിന്നും ടോട്ടൽ പേയ്മെൻറ്റ് കുറച്ചാൽ നമുക്ക് കയ്യിലുള്ള ബാക്കി എമൗണ്ട് കിട്ടും, അല്ലേ? അതാണല്ലോ ബാലൻസ്. ലെഡ്ജറിൽ നമ്മൾ, അക്കൗണ്ടിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അക്കൗണ്ടിൻ്റെ ഏത് സൈഡ് കൂടുതലോ ടോട്ടൽ ദി ഹയർ സൈഡ് എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും സൈഡ് ടോട്ടൽ ചെയ്യരുത്. ഏത് സൈഡാണോ ഹയർ എമൗണ്ട് ആ സൈഡ് ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ പോസ്റ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം ഓരോ അക്കൗണ്ടും രണ്ട് സൈഡും റഫായിട്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഡെബിറ്റ് സൈഡാണോ കൂടുതൽ എമൗണ്ട്, അല്ല ക്രെഡിറ്റ് സൈഡാണോ കൂടുതൽ എമൗണ്ട്. ഏത് സൈഡാണോ കൂടുതൽ ടോട്ടൽ ദാറ്റ് ഹയർ സൈഡ്, അതിന് ടോട്ടൽ താഴെ എഴുതുക. ആ ടോട്ടലിനെ കുറവുള്ള സൈഡിലേക്ക് മാറ്റി എഴുതുക. എഴുതുമ്പോൾ രണ്ടും ഒരേ പാരലൽ ലൈനിലായിരിക്കണം. കാരണം ബാലൻസിങ് എന്ന് പറഞ്ഞത്, അല്ലേ? ബാലൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നത് തുകകളെ മാത്രം ബാലൻസ് ചെയ്യലല്ല, ടോട്ടൽ നമ്മളുടെ അക്കൗണ്ടുകളെല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കണം. അല്ല ഡാൻസ് കളിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കരുത്. നമ്മളുടെ തുകകൾ മാത്രമല്ല നമ്മൾ ബാലൻസ് ചെയ്യുന്നത്, ടോട്ടലി നമ്മളുടെ ഫോർമാറ്റ് വരെ നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഡെബിറ്റ് സൈഡിൽ 5 ലെഡ്ജേഴ്സ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ 10 ലെഡ്ജേഴ്സ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 10 അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ ചെയ്തു. താഴെ 11ാമത്തെ ഐറ്റം നമ്മുടെ ടോട്ടലാണ്. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ 5ാമത്തെ ഐറ്റത്തിൻ്റെ താഴെ കൊണ്ട് 6ാമത്തെ ഐറ്റമായിട്ട് ടോട്ടൽ ചെയ്ത് വെക്കരുത്. എവിടെയാണോ നമ്മുടെ ക്രെഡിറ്റ് ടോട്ടൽ വന്നത് അതിൻ്റെ പാരലായിട്ട് തന്നെ ഡെബിറ്റ് ടോട്ടൽ വരയ്ക്കുക, ഒരു ലൈൻ വരയ്ക്കുക. ക്രെഡിറ്റ് ടോട്ടലിനെ ഇവിടേക്ക് എഴുതുക. ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ 2 ലൈൻ കൊടുക്കുക, ഡബിൾ ലൈൻ, അല്ലേ? എല്ലാ ടോട്ടലിൻ്റെയും അടിയിൽ 2 ലൈൻ. ടോട്ടൽ എഴുതി കഴിഞ്ഞാൽ നമ്മൾ 2 ലൈൻ ചെയ്യും. അതിനുശേഷം കൂടുതലുള്ളതിൽ നിന്നും കുറവുള്ളത് കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ കിട്ടും. അത് എവിടെയാണോ നമ്മളുടെ അവസാനത്തെ എൻട്രി എത്തി നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ ആ ഡിഫറൻസ് എഴുതുക. അതിന് മുൻപായിട്ട് ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ഡിഫറൻസ് കിട്ടുന്നതെങ്കിൽ ടു ബാലൻസ് ക്യാരി ഡൗൺ C/D, അത് വായിക്കുന്നത് ക്യാരിഡ് ഡൗൺ എന്നാണ്. ടു ബാലൻസ് ക്യാരി ഡൗൺ, അതായത് ഈ ബാലൻസിനെ അടുത്ത ഡേറ്റിലേക്ക് മാറ്റി കൊണ്ടുപോകുന്നു, ക്യാരി ഡൗൺ ചെയ്യുന്നു, മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് അർത്ഥം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ ബാലൻസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ റെസിപ്റ്റും ഇന്നത്തെ പേയ്മെൻറ്റും കഴിച്ച് ബാക്കിയുള്ളതാണ് ഇപ്പോൾ കിട്ടിയ തുക. ആ തുകയാണ് നാളത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിലോ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. അതേ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലേക്ക്, കുറവുള്ള സൈഡിലേക്ക് മാറ്റുക. ക്രെഡിറ്റ് സൈഡിൽ ഡിഫറൻസ് കാണുക. ആ ഡിഫറൻസിന് നമുക്ക് ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്നെഴുതുക. അത് നെക്സ്റ്റ് ഡേയിലേക്ക് ട്രാൻസ്ഫർ ആയി വീണ്ടും നമ്മളുടെ ഡെബിറ്റ് സൈഡിലേക്ക് വരും. ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ, വീണ്ടും മുകളിൽ നിന്ന് താഴെ കൊണ്ടുവന്നു, ബ്രോട്ട് ഡൗൺ, അടുത്ത ഡേറ്റിൽ നിന്നും എടുത്തു കൊണ്ടുവന്നു, ബ്രോട്ട് ഡൗൺ. B/D, ബാലൻസിൻ്റെ റൂൾ എത്രയേ ഉള്ളൂ. തന്നിരിക്കുന്ന അക്കൗണ്ടിൽ ഏത് സൈഡാണ് കൂടുതൽ നോക്കുക, ഡെബിറ്റ് സൈഡ് കൂടുതലോ ക്രെഡിറ്റ് സൈഡ് കൂടുതലോ. ഏത് സൈഡ് കൂടുതൽ നിൽക്കുന്നോ അത് ഡെബിറ്റോ ക്രെഡിറ്റോ ആയിക്കോട്ടെ. ടോട്ടൽ ദി ഹയർ സൈഡ്. അതിനുശേഷം ആ ടോട്ടലിനെ കുറവുള്ള സൈഡ് റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ദാറ്റ് ഫിഗർ ടു ദി ലോവസ്റ്റ് സൈഡ്. Find the difference. If the credit side is higher, then transfer the total to the debit side.
Find out the difference, write down to balance carried down. Then go to the next stage, that means after the grand total. Write upon the credit side by balance brought down. This carry down will be brought forward to the next day. If the debit side is higher, total the debit side, transfer the total to the credit side, find out the difference, write down by balance carried down so and so amount. Carry forward that balancing figure to the next day. Come to the debit side after the grand total, after the double line, the next day to balance brought down. On the next day we are starting with that balance. ആ ദിവസവും നമ്മൾക്ക് കുറേ ഡെബിറ്റ് വരും, കുറേ ക്രെഡിറ്റ് വരും. എഗൈൻ നമ്മൾ ആ ദിവസം ബാലൻസ് ചെയ്യും, ഡിഫറൻസ് കാണും. ഏത് സൈഡിൽ കൂടുതൽ നിൽക്കുന്നോ അത് ടോട്ടൽ ചെയ്യും, കുറവുള്ള സൈഡിലേക്ക് മാറ്റും, ഡിഫറൻസ് കാണും, ക്യാരി ഫോർവേഡ് ചെയ്യും, നെക്സ്റ്റ് ഡേറ്റിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇതാണ് ബാലൻസിങ്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അക്കൗണ്ടൻസിയുടെ ബേസിക് ആയ കാര്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരാനുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും ബൈ.